എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫിയെ ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്ന സൂചന. അതേസമയം പ്രതിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ച് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കേസിലെ ബാഹ്യ ഇടപെടലുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിശദാംശങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, ഷാരൂഖിന്റെ തീവ്രവാദ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ചെയ്യുന്നത്? അവരുടെ നീക്കം എന്താണ്? പ്രധാനമായും ഡൽഹി കേന്ദ്രീകരിച്ച് ഷാറൂഖ് സൈഫിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള പരിശോധന തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ സംഭവത്തിൽ ബാഹ്യ ഇടപെടലുകൾ സംശയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തീവ്രവാദ ബന്ധം സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തികമായ ഇടപാടുകൾ പരിശോധിച്ചാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചേക്കാം എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായാണ് കേരള പോലീസിന്റെ രണ്ട് വിങ്ങായിക്കൊണ്ട് ഡൽഹിയിലെത്തി ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. കേരള പോലീസിലെ ക്രൈംബ്രാഞ്ച് SP MJ സോജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിലുള്ളത്. അവരാണ് പ്രധാനമായും ഈ ഷാറൂഖ് സൈഫിയുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച, വരുമാന സ്രോതസ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുന്നത്. എന്തായാലും നിലവിലുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഷാറൂഖ് സൈഫിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണുള്ളത്. അത് സ്വാഭാവികമായുള്ള ഒരു അക്കൗണ്ടാണ് എന്നൊരു വിലയിരുത്തലിലാണ് സംഘമുള്ളത്. അതിനു പുറമെ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല, അല്ലാതെ ബാങ്ക് അക്കൗണ്ട് വഴിയല്ലാതെ എന്തെങ്കിലും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രധാനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാഹ്യ ഇടപെടലുകൾ സംശയിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് കേരള പോലീസ് കടന്നിരിക്കുന്നത്. അതേസമയം തന്നെ കോഴിക്കോട് മാലൂർക്കുന്നിലെ ക്യാമ്പിൽ, AR ക്യാമ്പിൽ ഇപ്പോഴും പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടർച്ചയായ 6ാം ദിവസവും തുടരുകയാണ്. ഷാറൂഖ് സൈഫി കാര്യമായ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ മൊഴിയോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും നമുക്ക് വ്യക്തമാകുന്ന വിവരം. മാത്രമല്ല, ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് പ്രത്യേകിച്ച് IG അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. IG നീരജ് കുമാർ ഗുപ്ത എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കമ്മീഷണർ രാജ്പാൽ മീണ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിയിരുന്നു. പ്രധാനമായും ഇന്ന് പ്രതിയെ തെളിവെടുപ്പിന് ഹാജരാക്കിയേക്കും എന്നൊരു സൂചനയാണുള്ളത്. അങ്ങനെയെങ്കിൽ എലത്തൂരിലെ സംഭവം നടന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്താവും ആദ്യം തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യത. അതിനുശേഷം ഷൊർണൂരിൽ എത്തിച്ചും ഒപ്പം തന്നെ കണ്ണൂരിലാണ് ഈ സംഭവം നടന്ന ട്രെയിനിന്റെ 2 ബോഗികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. D1 D2 കോച്ചുകൾ. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ഈ ബോഗികൾ നിൽക്കുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ അവിടെ എത്തിച്ചും തെളിവെടുപ്പിനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും തെളിവെടുപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറെ കൂടുതലുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കൂടിയും അത് പ്രധാനമായും എലത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക. അതിനുശേഷമായിരിക്കും ഒന്നുകിൽ ഇന്ന് ഷൊർണൂരിലേക്ക് മടങ്ങും അല്ലെങ്കിൽ നാളെ മടങ്ങാനാണ് സാധ്യത. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്.